ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാറേ, നമ്മൾ ഇപ്പം പാരൻസ്, ചില കുട്ടികൾ ഈ പറഞ്ഞ മാതിരി ചില പാരൻസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വളർത്തുന്ന രക്ഷിതാക്കളുണ്ട്. കാരണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചില രക്ഷിതാക്കൾ വളരെയധികം പാമ്പർ ചെയ്ത് അവരിങ്ങനെ എന്താ പറയുക ഒക്കെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ അവർ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ലൈഫ്, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നേരെ മറിച്ച് ഈ അച്ഛനും അമ്മയ്ക്കും അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വരാം. അപ്പം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഒരു സുഹൃത്ത് തന്നെ ഉണ്ടായ ഒരു അവസ്ഥയാണത്. കാരണം ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞ് രണ്ട് ഹസ്ബൻഡും നല്ലൊരു ലൈഫ് അവിടെ പോകുന്നു. ഇവിടെ അച്ഛനും അമ്മേൻ്റെയും സ്നേഹം. പക്ഷെ അച്ഛൻ അങ്ങനെ പാമ്പർ ചെയ്തൊരു കുട്ടിയാണ്. അച്ഛൻ മരിച്ചപ്പം ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭയങ്കരമായൊരു തളർന്ന അവസ്ഥ. അപ്പം അത് പറയാമോ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധാരണ വരുന്നത് ഇപ്പോൾ ഈവൻ കല്യാണ സംബന്ധമായ കാര്യങ്ങൾ നല്ലൊരു മുഹൂർത്തമാണല്ലോ കല്യാണം. ഏതൊരു രക്ഷിതാക്കളെ സംബന്ധിച്ച് തന്റെ കുട്ടീനെ നല്ലൊരാളെ ഏൽപ്പിക്കണം എന്നുള്ളത് ആഗ്രഹമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും വിട്ടുപിരിയാനോ സത്യത്തിൽ വേറെ എവിടേക്കല്ല പോണത്, മറ്റൊരാളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ വരെ നമുക്ക് ഫീലിങ്സ് വരികയും ഭയങ്കര ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വേർപാട്, നമ്മളെ മരണങ്ങളൊക്കെ ആകുമ്പോൾ അതിനോട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ശരിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊന്നും അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ചിലതൊക്കെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഗ്രാസ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത്രയധികം നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട്, ഒരാളെ തന്നെ ഡിപ്പെൻഡന്റ് ആയിട്ട് എല്ലാ കാര്യത്തിനും, ഇപ്പം എനിക്ക് എൻ്റെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ പോകുമ്പോൾ അത് ലോസ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അവരെൻ്റെ ലൈഫിൽ അത്രയും ഇൻവോൾവ്മെന്റ്, ഓരോ മേഖലയിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലാണ് എനിക്ക് ഫീൽ ചെയ്യുക. പറഞ്ഞ രശ്മിക്ക് മനസ്സിലായോ? രശ്മി എൻ്റെ ഒരു സ്റ്റാഫാണ്, എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ആള്. അപ്പൊ എല്ലാ കാര്യത്തിലും ഞാൻ എന്ത് കാര്യം സംശയം വരുമ്പോഴും രശ്മിനോട് ചോദിച്ചിട്ട് ചെയ്യുന്നെങ്കിൽ രശ്മിന്റെ എൻ്റെ ജോലിയിൽ നിന്ന് രശ്മി തൽക്കാലം ഒന്ന് പോവുകയോ മാറി നിൽക്കുകയോ ചെയ്യുക കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് സമയത്തിനെങ്കിലും അതിന് വേറെ ആൾ എടുത്താൽ പോലും അത് റീഫിൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കാരണം നിങ്ങൾ എൻ്റെ എല്ലാ പൾസ് മനസ്സിലാക്കിയിട്ട് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം എൻ്റെ ദേഷ്യം എന്താണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് എടുത്തു കൊടുക്കേണ്ടത്. ഒരു സർജനൊക്കെ ആണെങ്കിൽ സർജന് ചില അസിസ്റ്റൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചില സിസ്റ്റേഴ്സ്. ആ അസിസ്റ്റൻസ് ഇല്ല കഴിഞ്ഞാൽ ആ ഒരു സർജറി വരെ മാറ്റി വെക്കും. വൈകി വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള വേറെ സിസ്റ്റേഴ്സ് ഇല്ലായിട്ടല്ല, നമ്മളിങ്ങനെ കൈ കാണിക്കുന്നത് എന്തിനാന്ന് ആ സിസ്റ്റർക്ക് അറിയാം, എന്താണ് അവർ കൊടുക്കേണ്ട ഇൻസ്ട്രുമെന്റ് എന്ന്. ആ ഇൻസ്ട്രുമെന്റേ കൊടുക്കുള്ളൂ. നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, എന്നിൽ അത്രയും പരിചയമുള്ളതാണ്, ഞാൻ അങ്ങനെ കൈ കാണിച്ചാൽ അറിയാം സാർ ഉദ്ദേശിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങളുടെ പുതിയൊരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് അത് ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഇതല്ലടോ അതാണ്. അപ്പൊ നമ്മളെ സർജറി പ്രൊസീജിയർ സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നീളും. അപ്പൊ അങ്ങനെ ഡേറ്റൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതേമാതിരി ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിട്ട് വരുമ്പോൾ അപ്പൊ നമുക്ക് അവരുടെ ലോസ് ഓരോ മേഖലയിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹിന്ദു ഫാമിലിയിലൊക്കെ ഉള്ള മരണങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ കുടുംബങ്ങൾ, വേണ്ടപ്പെട്ട ആളുകൾ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവരവിടെ പായൊക്കെ വിരിച്ച് അങ്ങനെ കിടന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പ്രാർത്ഥനയും അവരുടെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു വിഭാഗം ആളുകൾ കുറെ കഴിയുമ്പോൾ പിന്നെ കുറെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഭാഗം ആൾക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ശരിക്കും ഇതേമാതിരി ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഡിപ്പെൻഡന്റ് ആയിട്ട് സ്വന്തം മകളോ മകനോ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും ചിലപ്പോൾ ദഹിക്കില്ല. നമ്മൾ തമാശ പറയുന്നതും ഇതാക്കുന്നതും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ധാരാളം. അപ്പൊ ശരിക്കും നമ്മളാണ് കണ്ടറിയേണ്ടത്. നമ്മൾ അതിന് പറ്റിയൊരു വേദിയല്ല. ഇപ്പോൾ ഒരു മരണം വീട്ടിൽ പോയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് പറഞ്ഞ് ചിരിക്കലും സംസാരിക്കലും, നമ്മൾ വേറൊന്നും ഇല്ലെങ്കിലും അവിടെ പോയി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനല്ലല്ലോ നമ്മൾ പോയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാത്തതിലുള്ള പ്രശ്നമാണ്. ആളുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ നോർമലി സംഭവിക്കുക വെച്ചാൽ അതിങ്ങനെ ഈ മറവി ഒരു അനുഗ്രഹമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മറവി ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ഇതിങ്ങനെ കുറഞ്ഞ് ഇന്നത്തത് കാഠിന്യം നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ കുറച്ചുകൂടി കുറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നോർമാലിറ്റിയിലേക്ക് വരിക ചെയ്യാം. പക്ഷെ ചില ആളുകളിൽ അത് അങ്ങനെ പെട്ടെന്ന് പോവില്ല. അത് അവരുടെ ലൈഫിലൊക്കെ ബാധിക്കുകയും ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോവുകയും ഒരു ആൻസൈറ്റിമാരൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ചില ഡോക്ടേഴ്സിന്റെ സഹായമൊക്കെ തേടാറ്. അത് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. പക്ഷെ അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യരുത്. അതിനവർക്ക് നമ്മൾ കൈ ചേർത്തുകൊണ്ട് നമുക്ക് അവർ സപ്പോർട്ട് കൊടുക്കണം. കാരണം അവർക്ക് ആ ലോസ് ഭയങ്കര ഒരു ആഘാതം അവരുടെ മനസ്സിൽ
ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ പൈസ മാത്രമല്ലല്ലോ ഒരാൾക്ക്, പൈസ സാമ്പത്തികം മാത്രം ആയിക്കോണമെന്നില്ല, ഒരാളുടെ വാക്ക് ഒരാളെ ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ നമുക്കൊരു ഇതാണ്. നമ്മളാണ് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പാരന്റ്സിന്റെ ഒക്കെ ഓരോരുത്തരും വില അറിയണമെങ്കിൽ നമ്മൾ ഒരു വേറെ ക്യാഷ്യറിലോ മറ്റൊന്നുമല്ല, അവരവിടെ അങ്ങനെ ഉണ്ടായാൽ മതി. പക്ഷെ നമുക്കൊരു ബലമാണ്. അതുപോലെ നമ്മളെ വേണ്ടപ്പെട്ട ഒരു ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അവരെ ലോസുകൾ, വലിയ ആക്സിഡന്റുകൾ, ഡെത്തുകൾ ഒക്കെ കാണുമ്പോൾ വലിയ കുട്ടികളായിട്ട് പെട്ടെന്ന് നമ്മുടെ അടുത്താണ് പിരിയുമ്പോൾ നമ്മളെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്തോളുന്നില്ല, അംഗീകരിക്കില്ല. അവർ വിട്ടുപോയി എന്നാണ്ട് അംഗീകരിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ പലരും പറയും, അച്ഛനെ ഇന്നലെ രാവിലെ എന്നെ വിളിച്ചു, ഞാൻ വിളിക്കണേ കേട്ടു, എന്നിട്ട് ഞാൻ ചായ കൊണ്ടേ കൊടുത്തു, കഴിച്ചു, അച്ഛൻ കുടിച്ചു, നല്ല സന്തോഷമായി പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ അവരെ ഉത്ബോധ മനസ്സിൽ ആ പിക്ചറൈസേഷൻ നല്ലോണം ഉണ്ട്. നമ്മൾ ഡെയിലി കൊടുക്കുന്ന റുട്ടീൻ ചടങ്ങ് നമുക്ക് റിവൈസ് ചെയ്ത് ഇങ്ങനെ മനസ്സിൽ തേട്ടി വരും. അത് പെട്ടെന്ന് അങ്ങ് മായ്ച്ചു കളയാൻ സാധിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷെ അതിങ്ങനെ ഡെപ്ത് കുറഞ്ഞ് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ഇപ്പുറത്തുനിന്ന് മാക്സിമം നമ്മൾ സ്നേഹം കൊടുത്ത് അവരെ കൂട്ടുപിടിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ് ഇതൊക്കെ. സാറ് പറഞ്ഞത് മാതിരി ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സ് അതിനെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അത് പറ്റുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ സാറ് പറഞ്ഞ അതായത് ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ കൂടെ നിൽക്കുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് അവരെ ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതായിട്ട് വരും. കുറച്ച് സമയം വരെ ഒരു സപ്പോർട്ട് വേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെ ഒരുപാട് ചോദിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ അതെങ്ങനെയാണ് ഞങ്ങൾ എഴുതി ചോദിക്കുക, അങ്ങനെ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ എന്ത് സംശയവും മനസ്സിൻ്റെ എന്ത് പ്രയാസവും നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഡോക്ടർ നിങ്ങളോട് പറയുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.